ഒറ്റ കാര്യം കൂടെ ആയത്തിന്റെ മൂന്നാമത്തെ ഒരു അർത്ഥം കൂടെ പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളുടെ ദുആ പോലെയാക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിനെ നിങ്ങളുടെ ദുആ പോലെ കാണരുത്. അഥവാ നമ്മളിപ്പോ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഞാൻ ദ്വാരുന്നല്ലോ, നമ്മൾ സുബഹി നിസ്കരിച്ചിട്ട് ദ്വാരക്കാരുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാരക്കാരുണ്ട്, ളുഹ്ർ കഴിഞ്ഞിട്ട് ദ്വാരക്കാരുണ്ട്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും എത്ര സമയമാണ് ദ്വാരക്കാര്? അതിന് ഉത്തരം കിട്ടുമോ ഇല്ലേ? നമുക്ക് ഉത്തരം പറയാൻ, നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പ് തന്നെ. അത് ഒരുപക്ഷെ ദുനിയാവെന്ന് കിട്ടും, അല്ലെങ്കിൽ പരലോകത്തെന്ന് കിട്ടും. പക്ഷേ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഇവിടെ വെച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് പെട്ടെന്ന് തന്നെ മറുപടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിനെ നിങ്ങളുടെ ദുആ പോലെ നിങ്ങൾ കാണരുത്, അതിന് ഇജാബത്ത് ഉറപ്പാ. ബഹുമാനപ്പെട്ട സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നവരാണ്. മദീനത്ത് ചെന്നാൽ കാണാം, റൗളയുടെ കുറച്ച് ബാക്കിലായിട്ട് ഒരു അദ്ദേഹം അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയാണെങ്കിലും അബൂ ഹുറൈറയുടെ ഉമ്മ മുസ്ലിമത്തല്ല. അത് അബൂ ഹുറൈറയുടെ മനസ്സിൽ വല്ലാത്ത വേദനയാണ്. എപ്പോഴും ഉമ്മയോട് പറയാറുണ്ട്, ഉമ്മ നിങ്ങളെന്ന് ഷഹാദത്തെ കലിമ ചൊല്ലിയിട്ട് നിങ്ങൾ പരിശുദ്ധമായ മതത്തിലേക്കൊന്ന് വരണം. പക്ഷേ ഉമ്മ സ്വീകരിക്കാറില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ വേദനയോടെ മുത്തുനബിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ. അബൂ ഹുറൈറന്റെ ഉമ്മാക്ക് ഹിദായ